കഴിഞ്ഞ 4 വർഷം ഖാദി വസ്ത്രമേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തി വിപണനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഖാദി ബോർഡിന് കഴിഞ്ഞതായി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. ഖാദി മേഖലയെ നവീകരിച്ച് പുരോഗതിയിലേക്ക് നയിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശമെന്നും പി ജയരാജൻ കണ്ണൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നതുപോലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെട്ടതാണ് ഖാദി. എന്ന് മാത്രമല്ല, ഇത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. കേരളത്തിലുടനീളം 15,000-ഓളം തൊഴിലാളികൾ ഈ ഖാദി മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. ആ 15,000-ഓളം ഖാദി തൊഴിലാളികൾക്ക് കേരളത്തിൽ മാത്രമാണ് മിനിമം കൂലി നൽകുന്നത്. കേന്ദ്ര ഖാദി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ഈ മിനിമം കൂലിയിൽ എത്രയാണോ വ്യത്യാസം വരുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് നൽകുന്നത്. പക്ഷേ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ കൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് ഖാദി ബോർഡിലെ തൊഴിലാളികൾ. ഈ തൊഴിലാളികളുടെ ഒരു പ്രത്യേകത, ഇതിൽ 99% സ്ത്രീ തൊഴിലാളികളാണ് എന്നതാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വരുമാനമുള്ള തൊഴിലാളികൾ, അതിൽ തന്നെ സ്ത്രീ തൊഴിലാളികളാണ് മഹാഭൂരിപക്ഷവും. ആ തൊഴിലാളികൾ തങ്ങളുടെ വരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജോലി കൃത്യമായി കൊടുക്കുക, കൂലി കൃത്യമായി കൊടുക്കുക എന്നതാണ് ഖാദി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണം സീസണിൽ വിപുലമായ പരിപാടികളാണ് ഖാദി ബോർഡ് പ്ലാൻ ചെയ്തതെന്നും 100 കോടി വിറ്റുവരവാണ് ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.